ഏതെങ്കിലും ഒരാൾ നമ്മുടെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതിന് പറ്റിയ ഒരു ട്രിക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ചില ആളുകൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അയാളെ പിക്ചർ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അയാൾ നമ്മളെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്നാൽ അങ്ങനെയല്ല. പ്രൊഫൈൽ ഫോട്ടോ അയാളെ പ്രൊഫൈൽ ഫോട്ടോ ആർക്കൊക്കെ കാണണം എന്ന് അയാൾക്ക് തന്നെ തീരുമാനിക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ട്രിക്ക് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വാട്സപ്പിൽ നമുക്ക് ഒരു സംശയമുള്ള ആളാണെങ്കിൽ ഇപ്പോൾ അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ തെളിവ് സഹിതം ഇവിടെ കാണിച്ചു തരാം. ബ്ലോക്ക് ചെയ്താൽ എങ്ങനെയാണ് വരുന്നത്. ഇനി ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ കൺഫേം ചെയ്യണമല്ലോ അയാൾ ബ്ലോക്ക് ചെയ്തോ ഇല്ലേത്. അപ്പോൾ ബ്ലോക്ക് ചെയ്താൽ എങ്ങനെയാണ് വാട്സപ്പ് കാണിക്കുന്നത്, ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് വാട്സപ്പ് കാണിക്കുന്നത് എന്നുള്ള തെളിവ് സഹിതം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കണം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ആവശ്യം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ കണ്ടിട്ടത് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് രണ്ടുപേരും കൂടെ കൂടിയിട്ടുണ്ട്. തുടർന്നും നിങ്ങളെ ഈ സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് വലിയ ഇതിൽ പോകാൻ പറ്റത്തുള്ളൂ. പുതിയതായിട്ട് വന്ന് കയറിയ രണ്ട് ചെറുക്കന്മാർക്കും നമസ്കാരം. എനിക്ക് അറിയാമെന്നുള്ളവരാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. എന്നിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും നിന്ന് ഞാൻ ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഈ ചാറ്റാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഈ ചാറ്റ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇയാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ആണെങ്കിൽ ഇവിടെ എല്ലാ ഇതിലും അറ്റെന്നൊരു ബട്ടൺ ഉണ്ടാകും. ഈ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെറ്റയുടെ ഒരു ഒഫീഷ്യൽ ഇതായിട്ട് വരണതായിട്ട് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അയാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്യണം. ഹലോ ഈ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഹലോ എന്ന് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്ലൈ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഹായ് എന്നും കൂടെ ഇതുപോലെ ടൈപ്പ് ചെയ്യാണ്. അത് മെറ്റയുടെ ഇത് വന്നിട്ടില്ല, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഇപ്പോൾ ഹായ് എന്നും കൂടെ ടൈപ്പ് ചെയ്യാണ്. ഇതുപോലെ കറക്റ്റ് തന്നെ ടൈപ്പ് ചെയ്യണം. ഇതുപോലെ കറക്റ്റ് ടൈപ്പ് ചെയ്താൽ തിരിച്ച് റിപ്ലൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടില്ലേ. ഇനി തിരിച്ച് റിപ്ലൈ പറഞ്ഞില്ലെങ്കിൽ അയാൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് ഉണ്ടെന്നാണ് അർത്ഥം. ഞാൻ ഇപ്പോൾ എല്ലാ മെസ്സേജും അദ്ദേഹത്തെ ക്ലിയർ ചെയ്തിട്ട് വരാം. എന്നിട്ട് അയാൾ ബ്ലോക്ക് ചെയ്യുക എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മെസ്സേജ് ഇപ്പോൾ ഞാൻ അതേ വ്യക്തിയോട് തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ നേരത്തെ ഇവിടെ അറ്റടിച്ചപ്പോൾ ഇവിടെ വെറ്റയുടെ ഒഫീഷ്യൽ ലോഗോ വന്നു. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് എന്താണോ മെസ്സേജ് അയക്കേണ്ടത്, ഹായ് അയച്ചാലും ഹലോ അയച്ചാലും നേരത്തെ റിപ്ലൈ തന്നു. ഞാനിപ്പോൾ ഹലോ അയച്ചു. അത് റിപ്ലൈ തന്നു. ഇനി അയാൾ ബ്ലോക്ക് ചെയ്താൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് കാണാം. ഞാൻ കുറച്ച് അടുത്ത് നോക്ക്. ഞാൻ ഇതുപോലെ തന്നെ ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ഹായ് എന്നും ഹലോ എന്നും കൂടെ അയക്കാം. നമുക്ക് ഹലോ എന്നും കൂടെ അയക്കാം. ഹലോ എന്ന് അയച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നെ റിപ്ലൈ വരണില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് റിപ്ലൈ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ 100% ഉറപ്പിച്ചോ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
ഈ ട്രിക്ക്, അതായത് ഇങ്ങനെ അറ്റടിച്ചിട്ട് മെറ്റായുടെ ഒഫീഷ്യൽ ലോഗോ അടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ചാറ്റിൽ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മെറ്റായി റിപ്ലൈ തരികയാണെങ്കിൽ അർത്ഥം അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. നേരത്തെ എനിക്ക് റിപ്ലൈ തന്നു, ഇപ്പം എനിക്ക് റിപ്ലൈ തന്നില്ല. അപ്പോഴേ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അതെത്തി എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാമേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെറ്റായി റിപ്ലൈ തരികയില്ല. ബ്ലോക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ അയാൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മെറ്റായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മെറ്റായി തന്നെ തിരിച്ച് മറുപടി തന്നതാണ്. തിരിച്ച് മറുപടി തന്നാൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല, തന്നില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുക. ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, MBK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലേക്കളും അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾക്കൊക്കെ ദിവസവും നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ബാക്കിയുള്ളവർക്ക് കൂടെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അവരും ടെസ്റ്റ് ചെയ്ത് നോക്കും, അവർക്കും പ്രയോജനമായിട്ട് മാറും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.